പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കൈമാസ്റ്റർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കൈമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ടെംപ്ലേറ്റുകൾ കാണാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പലരും ചെയ്ത വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ കാണാം ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതായത് നമ്മൾ കൈമാസ്റ്ററിൽ ചെയ്ത പ്രൊജക്റ്റ് ഫയലുകൾ നമുക്ക് നമ്മുടെ ഫയലിൽ നിന്ന് അതല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ഫയലുകളൊക്കെ നമ്മുടെ ഫയലിൽ നിന്ന് നമുക്ക് കൈമാസ്റ്ററിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ മേലെയുള്ള ഇമ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമാണെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്തിട്ടും എന്താക്കാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രൊജക്റ്റ് നെയിം, അവിടെ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. നമുക്കിവിടെ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ റേഷ്യോ സെലക്ട് ചെയ്യാനുണ്ട്. ഇതിവിടെ വ്യത്യസ്തമായ പല റേഷ്യോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് അങ്ങനെ പിന്നെ മറ്റു സാധാരണ ഉപയോഗിക്കുന്ന റേഷ്യോകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള റേഷ്യോ സെലക്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോക്ക് അനുസരിച്ചുള്ള റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ റേഷ്യോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ റേഷ്യോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോട്ടോ ഡിസ്പ്ലേ മോഡ്, അതായത് നമ്മൾ നമ്മുടെ ക്യാൻവാസിലോട്ട് ക്ലിപ്പുകൾ ആഡ് ചെയ്യുമ്പോൾ അത് ഫിറ്റായിട്ടാണോ സ്ക്രീനിൽ കാണേണ്ടത്, അതല്ല ഫില്ലായിട്ടാണോ അത് ഓട്ടോമാറ്റിക് ആയിട്ടാണോ എന്നുള്ളതാണ്. ഞാനിവിടെ ഫിറ്റാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമേജുകൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര വേണം എന്നുള്ളതാണ്. ഇവിടെ 4.5 കൊടുക്കുന്നത്. ഞാനിവിടെ 3 സെക്കൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസിഷൻ ഡ്യൂറേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ട്രാൻസിഷൻ വേണ്ടത് എന്നുള്ളതാണ്. ഞാനിവിടെ 0.5 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും കൈമാസ്റ്ററിൻ്റെ എഡിറ്റിംഗ് ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മൾ ഇതിലോട്ട് ക്ലിപ്പുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള വീഡിയോകളും ഇമേജുകളും ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പം താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇമേജ് ഇവിടെ ഇട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ലൈനായിട്ട് നമുക്ക് കാണാം. ഇതിനെ നമ്മൾ ടൈം ലൈൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ലൈനാണിത്. ഇവിടെയാണ് നമ്മൾ ക്ലിപ്പുകൾ ആഡ് ചെയ്യുക. അതിനുശേഷം അതിന് മുകളിലോട്ടാണ് നമ്മൾ ലെയറുകളായിട്ട് മറ്റു ഇമേജുകളും വീഡിയോകളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ബേസ് ലൈൻ ഇല്ലെങ്കിൽ നമുക്കെന്താണ് വീഡിയോ ലെയറുകളൊന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനസ്സിലായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മളിവിടെ ഇവിടുത്തെ ടൂളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇത് ബാക്ക് അടിച്ച് പോകാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇത് ഉണ്ടോ റീഡോ ബട്ടണുകളാണ്. പിന്നെയുള്ളത് ഇത് നമ്മുടെ ക്യാൻവാസിൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഏരിയ നമുക്ക് ആ ഇമേജ് ഒരു ഇമേജായിട്ട് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ അതൊരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ലെയറായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തമ്പനയിലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത് നമ്മുടെ ടൈം ലൈനിൽ ഈ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തിലുള്ള ആ ഇമേജ്, ആ ക്യാൻവാസിലുള്ള ഇമേജ് നമുക്ക് ക്യാപ്ചറായിട്ട് നമ്മൾ ഗാലറി സേവ് ആവും. ഈ ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ക്ലിപ്പ് എന്നാക്കിയാൽ അതൊരു ക്ലിപ്പായിട്ട് നമ്മുടെ ടൈം ലൈനിൽ വരും. ഓക്കെ, എൻ്റെ ടൈം ലൈനിൻ്റെ ഫസ്റ്റിലൊരു ക്ലിപ്പായിട്ട് അത് വന്നിട്ടുണ്ട് നമ്മൾ ക്യാപ്ചർ ചെയ്ത സാധനം. ഇനി അതല്ല നമുക്ക് വേണ്ടത് അത് ഒരു ലെയറായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ ആ ഭാഗം ഒരു ലെയറായിട്ട് വരും. ഓക്കെ, ലെയറായിട്ട് വന്നിട്ടുണ്ട്.
നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ വരും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ തമ്പനയിലായിട്ട് സെറ്റ് ചെയ്യാം. ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ തമ്പനയിൽ എന്ന് കൊടുത്താൽ ഇവിടെ ഇതാ തമ്പനയിലായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്ഷനുകളൊക്കെയാണ് ഇവിടെ ക്യാപ്ചറിൻ്റെ അവിടെ ലഭിക്കുന്നത്. പിന്നെ ഇവിടെ സെറ്റിങ്സ് ആണ്. ഇവിടെ സെറ്റിങ്സ് ഉപയോഗിച്ച് നമ്മുടെ ഓഡിയോ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് ആണ്. അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ ടൈം ലൈനിൽ കുറേ ലെയറുകളൊക്കെ വരുമ്പോൾ ആ ലെയറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ സ്ക്രീനിൽ ക്യാൻവാസ് സൈഡിലോട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ടൈം ലൈനിലുള്ള ലെയറുകളൊക്കെ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ളൊരു ഓപ്ഷനാണിത്. നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെയറിൻ്റെ രണ്ടറ്റത്തോട്ട് പോകാനുള്ള 2 ഓപ്ഷനുകളാണ്. ഈ ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ തുടക്ക ഭാഗത്തേക്ക് പോകും. ഇനി ആ അവസാനത്തേക്ക് പോകണമെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ലെയറിൻ്റെയും അവസാനത്തേക്ക് പോകാൻ സാധിക്കും. ഓരോ ക്ലിപ്പിൻ്റെയും അവസാനത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഓപ്ഷനുകളൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മളിപ്പോൾ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ലെയറായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആസ് ലെയർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ആ ക്ലിപ്പ് അതിൻ്റെ ലെയറായിട്ട് ഡ്യൂപ്ലിക്കേറ്റായി വരുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ്. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിപ്പായിട്ട് ഇവിടെ ഒരു ക്ലിപ്പായിട്ട് വരും. ഓക്കെ, അപ്പം ക്ലിപ്പ് ലെയർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് വരും. അത് ഉപയോഗിച്ച് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കാം. അതുപോലെ തന്നെ അതൊരു ക്ലിപ്പായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഓപ്ഷനുകളാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ക്ലിപ്പ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ട്രിം ചെയ്യാം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം. അതിൻ്റെ ഏത് ഭാഗത്തുമാണെങ്കിലും സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീസായിട്ട് ഒരു ഫ്രെയിമായിട്ട് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഈ ഓപ്ഷനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പാൻ ആൻഡ് സൂമാണ്. അതായത് പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ ക്ലിപ്പിൻ്റെ തുടക്കവും അവസാനവും എങ്ങനെ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ തുടക്കത്തിലെ ഭാഗം നമുക്ക് ഇപ്പം കുറച്ച് സൂമായിട്ടാണ് വേണ്ടത്, അങ്ങനെ വെച്ചിട്ട് അവസാനം നമുക്ക് ഇതുപോലെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലേ അത് സൂമായിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സൂം ഔട്ടായി ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ. ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ലൈന് കൊടുത്താൽ നമുക്ക് രണ്ടും ഒരുപോലെ നിൽക്കും. അതായത് സ്റ്റെക്കായിട്ട് നിൽക്കും. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ക്രോപ്പ് ടൂളിന് പകരം ഈ ഒരു ഓപ്ഷനാണ് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറ്. ഓക്കെ, പിന്നെയുള്ള ഓപ്ഷന് റൊട്ടേറ്റ് ആൻഡ് മിററിങ് ആണ്. നമ്മുടെ ഈ ക്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യാനും മിറർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഫിൽറ്ററാണ്. നമ്മുടെ ഈ ക്ലിപ്പിന് ഉള്ള ഫിൽറ്ററുകൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫിൽറ്ററൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലെയറിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, വൈബ്രൻസ്, ടെമ്പറേച്ചർ, ഹൈലൈറ്റ്, ഷാഡോ, ഗെയിന്, ഗാമ, ലിഫ്റ്റ്, ഹ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, പിന്നെ ക്ലിപ്പ് ഗ്രാഫിക്സ് ആണ്. നമ്മൾ ഈ ഓരോ ക്ലിപ്പിലും ആഡ് ചെയ്യുന്ന ഗ്രാഫിക്സിനുള്ള ഓപ്ഷനാണിത്. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ഓരോ ഗ്രാഫിക്സുകൾ ക്ലിപ്പുകളിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ താൽക്കാലികമായിട്ടൊരു ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, അതിനനുസരിച്ചാണല്ലേ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. ഇനി CCTV ഫുട്ടേജ് എന്നുള്ളൊരു ഗ്രാഫിക്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, CCTV ഒക്കെയപ്പം അത്തരം ഗ്രാഫിക്സ് ആ ക്ലിപ്പിൽ ആഡായി വന്നത് കാണാം. ഓക്കെ, ഇങ്ങനത്തെ ഓരോ ഒട്ടേറെ ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. നമുക്കിത് വേണ്ട, നമുക്ക് അൺഡു ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ള ഓപ്ഷൻ AI സ്റ്റൈലാണ്.
അതായത് കാർട്ടൂൺ 3D കാർട്ടൂൺ സ്കെച്ച് പോലത്തെ സ്റ്റൈലുകളുണ്ട്, മറ്റു സ്റ്റൈലുകളും ഉണ്ട്. നമുക്ക് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഓപ്ഷനുകളൊക്കെയാണ് AI സ്റ്റൈലിലുള്ളത്. പിന്നെ മാജിക് റിമൂവറാണ്, അതായത് അതിനായിട്ട് ഞാൻ ഇതിലോട്ടൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് മാജിക് റിമൂവർ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഉണ്ടല്ലേ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇത് ഈ ഓപ്ഷനാണ്, മാജിക് റിമൂവർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് സൂപ്പർ റെസൊല്യൂഷനാണ്. അതിനായിട്ട് നമ്മളൊരു പ്ലഗിന് ഡൗൺലോഡ് ചെയ്താണ്, അതുപയോഗിച്ച് നമുക്ക് റെസൊല്യൂഷൻ കൂടാൻ സാധിക്കും. പിന്നെ നമ്മുടെ ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനാണ് ബ്ലർ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ ക്ലിപ്പ് ഇപ്പം നമ്മളിപ്പം ക്ലിപ്പ് ഫില്ലായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇത് കാണാത്തത്. കാരണം നമുക്കിപ്പം ഇതിനൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ബ്ലറായിട്ട് വരുന്നത്. അവിടെ എന്തൊക്കെ ഇപ്പം ബ്ലറായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ബ്ലർ കൊടുക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കും. ഇനി കളറുകളാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. നമുക്കിപ്പോൾ ഇവിടെ ബ്ലർ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഓൾഡ് ലുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്, അതായത് വിൻറ്റേജ് പോലത്തെ ഒരു ലുക്ക് വരുന്നൊരു ഓപ്ഷനാണിത്. പിന്നെ നമ്മുടെ ആ ക്ലിപ്പിൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതിൻ്റെ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ഫോർമാറ്റ്, ഡേറ്റ്, അതൊക്കെ ലൊക്കേഷനൊക്കെ ഇതിൽ നമുക്ക് ഇൻഫർമേഷനായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അഡ്വാൻസ്ഡ് എന്നുള്ളത് റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഈ ഓപ്ഷനുകളൊക്കെയാണ് ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓപ്ഷനുകൾ. ഇനി അതൊരു വീഡിയോ ക്ലിപ്പ് ആകുമ്പോൾ അതിലും കൂടുതൽ ഓപ്ഷനുകളുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോക്ക് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ പരിചയപ്പെടാം. നമുക്കൊരു അടിപൊളി ആഡ് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റുള്ള ടൂളുകളൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.